അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ്.ജെ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 6 വാക്യങ്ങൾ 12 മുതൽ 16 വരെ. ഇന്ന് സഭ അപ്പസ്തലന്മാരും രക്തസാക്ഷികളുമായ വിശുദ്ധ ശിമയോൻ്റെയും വിശുദ്ധ യൂദായുടെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ ശിമയോൻ തീഷ്ണ രാജ്യസ്നേഹികളുടെ സെലറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളായിരുന്നു. വിശുദ്ധ യൂദ നമ്മുടെ കർത്താവിൻ്റെ ബന്ധു സഹോദരനുമായിരുന്നു. യൂദായുടെ അമ്മയായ ക്ലെയോപാസിലെ മേരി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാത്തൂൻ ആയി കരുതപ്പെടുന്നു. നോസ്റ്റിക് ഹെരസിയെ തകർക്കുവാനായി യൂദ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സങ്കീർണ പ്രശ്നങ്ങൾക്ക് വിശുദ്ധ യൂദായുടെ മാധ്യസ്ഥം വളരെ ശക്തമാണ്. ദ സെയിൻ്റ് ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് യൂദ അറിയപ്പെടുന്നു. യേശു ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥനയുടെ നിറവിലായിരുന്നു കൊണ്ട് ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങി. വളരെ ഒരുങ്ങി പൂർണ്ണമായ ആത്മാവിൻ്റെ പ്രചോദനത്തിലാണ് യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. എന്തിന് യേശു അവരെ തിരഞ്ഞെടുത്തു? മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14 ഇങ്ങനെ പറയുന്നു: തന്നോട് കൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ഇതിൽ പരമപ്രധാനമായത് തന്നോട് കൂടി ആയിരിക്കുക, ടു ബി ഇൻ ഫ്രണ്ട്ഷിപ്പ് വിത്ത് എന്നതാണ്. യേശു സൗഹൃദം ആഗ്രഹിച്ചിരുന്നു, സൗഹൃദം ആസ്വദിച്ചിരുന്നു. യേശു അവരെ തിരഞ്ഞെടുത്തത് ശിഷ്യന്മാരാവാനാണ്. ശിഷ്യൻ അഥവാ ഡിസൈപ്പിൾ എന്ന വാക്കിനർത്ഥം പഠിതാവ്, ലേണർ എന്നൊക്കെയാണ്. യേശുവിനെയും അവൻ്റെ പിതാവിനെയും പറ്റി ശിഷ്യർ ആഴത്തിൽ പഠിക്കുവാൻ യേശു ആഗ്രഹിച്ചു. യേശു അവരെ തിരഞ്ഞെടുത്തത് അപ്പസ്തോലന്മാരായിട്ടാണ്. അപ്പസ്റ്റോലോസ് എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം അയക്കപ്പെട്ടവനെന്നാണ്. യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ വാഹകർ എന്ന അർത്ഥത്തിൽ അയക്കപ്പെട്ടവരാണ് ശിഷ്യന്മാർ. ഇനി ഈ ശിഷ്യന്മാരുടെ പ്രത്യേകതകൾ നമുക്കൊന്ന് കാണാം. വളരെ സാധാരണക്കാരായിരുന്നു അവർ. പണമോ സ്വാധീനമോ പെരുമയോ പ്രശസ്തിയോ ഒന്നും സ്വന്തമായി ഇല്ലാത്തവരായിരുന്നു ശിഷ്യന്മാരെല്ലാവരും. തികച്ചും വ്യത്യസ്തതയുള്ളവരെ ദൈവം ഒരുമിപ്പിച്ചു ഈ ശിഷ്യഗണത്തിൽ. ഉദാഹരണത്തിന്, മത്തായി ഒരു ചുങ്കക്കാരനായിരുന്നു, ശിമയോൻ ഒരു സെലറ്റും. ചുങ്കക്കാർ അവരായിരുന്ന യഹൂദ വംശത്തെ തന്നെ ഒത്തിരി സഹനത്തിലൂടെ കടത്തിവിടുന്ന റോമൻ അനുകൂലികളായിരുന്നു. സെലറ്റ് വിഭാഗത്തിൽപ്പെട്ടവർ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന രാജ്യസ്നേഹികളും. ചുങ്കക്കാരും സെലറ്റ്സും ഒരിക്കലും ഒരുമിച്ച് പോവുകയില്ല. എന്നാൽ യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ വിചിത്രങ്ങളായ കൂട്ടുകൂടലുകൾ നടന്നു. നമുക്കൊന്ന് വിചിന്തനം നടത്താം. ഒത്തിരി പ്രാർത്ഥിച്ച് ഒത്തിരി ഒരുങ്ങി യേശു നടത്തിയ ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവുകളുള്ള ബലഹീനരായ വ്യക്തികളെ അവിടുന്ന് വിളിച്ചു. ഇതിലൂടെ ദൈവത്തിൻ്റെ, യേശുവിൻ്റെ എന്തു പദ്ധതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്പസമയം ശാന്തമായിരുന്ന് ഈ ഒരു ചിന്ത നമ്മുടെ ആഴത്തിലേക്ക് ഇറങ്ങട്ടെ. യേശുവിൻ്റെ മനസ്സ് എന്താണ് എന്നറിയുവാനും മനുഷ്യരെക്കുറിച്ച്, ഒരു ക്രിസ്തു ശിഷ്യനെക്കുറിച്ച് യേശുവിൻ്റെ സ്വപ്നം എന്താണെന്ന് ഗ്രഹിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് സുവിശേഷത്തിലൂടെ നാം അറിയുന്നു, യേശു സുഹൃത്ത് ബന്ധങ്ങൾ ആഗ്രഹിച്ചിരുന്നു. നമുക്ക് സ്വയം ചോദിക്കാം, ഞാനും യേശുവിൻ്റെ സുഹൃത്ത് സംഘത്തിലെ അംഗമാണോ? ഈശോയുടെ തൻ്റെ ശിഷ്യന്മാരുടെ തെരഞ്ഞെടുപ്പിനെ പറ്റി സഭാപിതാവായ അംബ്രോസ് ഇങ്ങനെ പറയുന്നു:
അവൻ തൻ്റെ ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. അവിടുന്ന് അവരെ വിശ്വാസത്തിൻ്റെ വിധക്കാരാക്കി. മനുഷ്യരക്ഷ ലോകം മുഴുവൻ എത്തിക്കുന്നതിനായി അവിടുന്ന് അവരെ നിയോഗിച്ചു. ജ്ഞാനികളെയോ ധനികരെയോ കുലീനരെയോ അല്ല അവിടുന്ന് തിരഞ്ഞെടുത്തത്, മറിച്ച് മീൻപിടുത്തക്കാരെയും ചുങ്കക്കാരെയുമാണ്. അവിടുന്നാണ് അവരെ നയിക്കുന്നത്. ജ്ഞാനം കൊണ്ട് അവർ ചിലരെയെങ്കിലും വശീകരിക്കുകയായിരുന്നുവെന്നോ പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങുകയായിരുന്നുവെന്നോ കുലീനത കൊണ്ടും അധികാരം കൊണ്ടും തങ്ങളുടെ പക്കലേക്ക് അവർ ആകർഷിക്കുകയായിരുന്നുവെന്നോ തോന്നാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്. വാദപ്രതിവാദങ്ങളല്ല, സത്യത്തിൻ്റെ യുക്തി പ്രബലപ്പെടണമെന്നാണ് അവിടുന്ന് അഭിലഷിച്ചത്. പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ ശിഷ്യഗണത്തിലെ ഉത്തമ ശിഷ്യനായി നീ എന്നെ മാറ്റണമേ. ഈശോയെ, നിൻ്റെ സ്വന്തമായി നീ എന്നെ സ്വീകരിക്കണമേ. ഈശോയെ, നിൻ്റെ കൂടെ, നിൻ്റെ ചാരെ, നിന്നെ പിരിയാതെ നിന്നോടൊപ്പം ആയിരിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ. അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ